അസ്സലാമു അലൈക്കും. ധിക്കാരിയായ ഭരണാധികാരിയുടെ മുൻപിൽ ന്യായം പറയലാണ് ഏറ്റവും വലിയ ധർമ്മസമരം എന്ന പ്രവാചക വചനം. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് താഴത്തെ കോളർ ആരാണ്? ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? റാനിയ. എവിടെന്നാ വിളിക്കുന്നത്? തിരൂരിന്നാണ്. ഓക്കെ, റാനിയ പഠിക്കുകയാണോ? 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ പറയുമ്പോ ജോയിന്റ് ഫാമിലി ആണോ? അത് ശരി. ഓക്കെ, എങ്ങനെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? റെഡി ആണോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്നറിയാമോ? ഞാൻ ചോദ്യം പൂർണ്ണമായിട്ടില്ല. അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ രാജ്യം സൗദി അറേബ്യയാണ്. അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യയുടെ തലസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് പറയാം: ജിദ്ദ, മദീന, റിയാദ്. റിയാദ് ഉറപ്പിക്കട്ടെ? ചോദ്യം ഇതായിരുന്നു: അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ രാജ്യം സൗദി അറേബ്യയാണ്. എങ്കിൽ സൗദി അറേബ്യയുടെ തലസ്ഥാനം ഏതാണ്? അതായിരുന്നു ചോദ്യം. ജിദ്ദ, മദീന, റിയാദ്. ഓപ്ഷൻസ് അതായിരുന്നു. റിയാദ് ഉറപ്പിച്ചിട്ടുണ്ട്? ഉറപ്പിക്കട്ടെ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ത്വായിഫ് യാത്രയിൽ ത്വായിഫ് നിവാസികളാൽ ആക്രമിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയം തേടിയ ബനി റബിഅ എന്ന തോട്ടം നിന്നിരുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയുടെ പേരെന്താണ്? ക്ലൂ: അന്ന് പ്രവാചകന് മുന്തിരി നൽകുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ഒരു തോട്ടക്കാരന്റെ പേരാണത്. ത്വായിഫ് യാത്രയിൽ ത്വായിഫ് നിവാസികളാൽ ആക്രമിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയം തേടിയ ബനി റബിയ എന്ന തോട്ടം നിന്നിരുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയുടെ പേരെന്താണ്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ച അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? കേട്ടില്ല, ഒന്നുകൂടി ആവർത്തിക്കോ? മസ്ജിദുൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതല്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഞാൻ പറയട്ടെ? മസ്ജിദുൽ അദ്ദാസ് ആണ്. ഓക്കെ, എന്തായാലും വിളിച്ചത് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കാം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ആരാണ് സംസാരിക്കുന്നത്? ഫർഹ. എവിടെന്നാ വിളിക്കുന്നത്? പെരിന്തല്ലൂർന്നാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിലാണ്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? താത്ത, ഞാൻ. ഓക്കെ, എല്ലാവർക്കും സുഖല്ലേ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കട്ടെ? റെഡി ആണോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ആദ്യമായി അവതരിക്കപ്പെട്ട ഖുർആൻ വചനങ്ങളാണത്. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? അലക്ക്, ബക്കറ, മസദ്. ഏതാണ്? അലക്കാണ്. ഉറപ്പിക്കട്ടെ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. മബ്രൂക്ക്. ആരാ പറഞ്ഞേ? ഒറ്റക്ക് പറഞ്ഞാണോ?
ഒറ്റക്ക് പറഞ്ഞാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം. ലോക വനിതകളിൽ അള്ളാഹു പ്രമുഖ സ്ഥാനം നൽകിയ വനിത ആരാണ്? ഓക്കെ, ക്ലൂ പറയാം. ഇവരുടെ പേരിൽ ഖുർആനിൽ ഒരു അധ്യായം ഉണ്ട്, അല്ലെങ്കിൽ സൂറത്ത് ഉണ്ട്. ഉറപ്പിക്കട്ടെ? മറിയം ബീവി. ഉറപ്പിക്കട്ടെ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ ചോദ്യം. വിശുദ്ധ ഖുർആനിന് 2 ക്രമമുണ്ട്. ഒന്ന് തർത്തീബ് തിലാവ അഥവാ പാരായണ ക്രമം, അതായത് നമ്മളിപ്പോ കാണുന്ന രീതിയിലുള്ള ക്രമം. രണ്ടാമത്തെ ക്രമത്തിന്റെ പേരെന്താണ്? വിശുദ്ധ ഖുർആനിന് 2 ക്രമമുണ്ട്. ഒന്ന് തർത്തീബ് തിലാവ അഥവാ പാരായണ ക്രമം. എന്താണ്? തജ്വീദോ? ഒന്നുകൂടി ആലോചിച്ച് നോക്കിയ. രണ്ടാമത്തെ ക്രമത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. എന്താണ്? അല്ല, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതല്ല. ഞാൻ പറയട്ടെ? അറിയോ? പറയട്ടെ? തർത്തീബുൻ നുസൂലാണ്. ഓക്കെ, തർത്തീബുൻ നുസൂലാണ്, അല്ലെങ്കിൽ അവതരണ ക്രമം എന്നാണ് അതറിയപ്പെടുന്നത്. ഓക്കെ, എന്തായാലും വിളിച്ചത് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കാം. ഓക്കെ, മാസലാം. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സൽമാനാണ്. ഓക്കെ, എവിടെന്നാ വിളിക്കുന്നത്? പെരിന്തല്ലൂരിന്നാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യാണോ? വർക്ക് ചെയ്യാണ്. എന്താണ് വർക്ക്? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം ചോദിക്കട്ടെ? റെഡിയാണോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമുദായത്തിന് വേണ്ടി ഭൂമിയിൽ ഉപേക്ഷിച്ചു പോയ 2 കാര്യങ്ങളിൽ രണ്ടാമത്തത് തിരുനബിയുടെ ചര്യ അഥവാ സുന്നത്താണ്. എങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ഓപ്ഷൻസ്: നമസ്കാരം, ഹജ്ജ്, ഖുർആൻ. ഉറപ്പിക്കട്ടെ? അതെ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ കൂടി ആവർത്തിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമുദായത്തിന് വേണ്ടി ഭൂമിയിൽ ഉപേക്ഷിച്ചു പോയ 2 കാര്യങ്ങളിൽ രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അഥവാ സുന്നത്താണ്. എങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ഖുർആൻ. ഉറപ്പിക്കട്ടെ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം റെഡിയാണോ? മസ്ജിദുൽ നബവിയിലെ അല്ലെങ്കിൽ മദീന പള്ളിയിലെ ആദ്യത്തെ മുഅദ്ദിൻ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്ന ആൾ ആരായിരുന്നു? ഉറപ്പിക്കട്ടെ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. പെട്ടെന്ന് ആൻസർ വരുന്നുണ്ട് അല്ലേ? അതെ, ഒന്നും കൂടി ആൻസർ വരാനുണ്ട്. അതുകൂടി ശരിയായ പൂർണ്ണമായി. പറയട്ടെ? മക്ക കീഴടക്കാൻ മുസ്ലിം സൈന്യം പുറപ്പെടുന്ന വിവരം ഖുറൈശികൾക്ക് ചോർത്തിക്കൊടുക്കാൻ ശ്രമിച്ച സ്വഹാബി ആരാണ്? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, ഓക്കെ, ഫാത്തിബ് തന്നെയാണ്. ഓക്കെ, അത് നമ്മളിപ്പം പള്ളിക്കലൊക്കെ മറ്റേ ഇതൊക്കെ ഉണ്ടാവില്ലേ, വേളൊക്കെ ഉണ്ടാവില്ലേ, ബദരിങ്ങാട്ടിലന്ന് അന്ന് കേട്ടതേന്ന്. ഓക്കെ, എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. വിളിച്ചത് സന്തോഷം. സമ്മാനല്ലേ? ഓ, സമ്മാനുണ്ട്. വൈകാതെ തന്നെ കിട്ടും കേട്ടോ. എന്തായാലും വീണ്ടും വിളിക്കാം. മാസലാം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത്
ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അടുത്ത കോളർ ലൈനുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സത്താർ. സത്താർ. ഓക്കെ, ഇക്ക എവിടെ വിളിക്കുന്നത്? കൂട്ടായി എന്നാണ്. കൂട്ടായി ആശാമ്പടി. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്. അതെ. ഓക്കെ, വർക്ക് എന്താണ്? വർക്ക് ചെയ്യുന്നില്ലേ? അതെ. റാഹത്തല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം ചോദിക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടെ അറേബ്യയിലെ പല ഗോത്രങ്ങളിലും ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ കലാപം ആരംഭിക്കുകയുണ്ടായി. ഈ കലാപകാരികളെ അമർച്ച ചെയ്യാനായി നടന്ന യുദ്ധങ്ങളിൽ അവസാനത്തെ യുദ്ധം ഏതാണ്? ഒന്നാമത്തെ ചോദ്യം ഇതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടെ അറേബ്യയിലെ പല ഗോത്രങ്ങളും ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ കലാപം ആരംഭിക്കുകയുണ്ടായി. ഈ കലാപകാരികളെ അമർച്ച ചെയ്യാനായി നടന്ന യുദ്ധങ്ങളിൽ അവസാനത്തെ യുദ്ധം ഏതാണ്? ഓപ്ഷൻസ് പറയട്ടെ. തബൂക്ക് യുദ്ധം, യമാമ യുദ്ധം, ഖന്തക് യുദ്ധം. ഉറപ്പിക്കട്ടെ? ആരാണ് പറഞ്ഞത്? അത് ശരി. അത്രയും കോൺഫിഡന്റ് ഉണ്ടോ? പക്ഷെ പറഞ്ഞതിൽ തെറ്റുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ യമാമ യുദ്ധമാണ്. ഓക്കെ, വീണ്ടും വിളിക്കാട്ടോ. വിളിച്ചത് സന്തോഷം. മാസലാം. ആരെ വിളിക്കുന്ന നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? മിസ്രിയ. ഓക്കെ, എവിടെന്നാ വിളിക്കുന്നത്? തിരൂർന്നാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? കുട്ടികളുണ്ട്. അതെ. ഓക്കെ, എങ്ങനെ പോകുന്നു റമദാനൊക്കെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അറിയാലോ അല്ലേ ഇങ്ങനെ ചോദ്യങ്ങൾ എന്നുള്ളത്? ഓക്കെ, എന്തായാലും ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ആദ്യമായി ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് അഥവാ പല പല ഘട്ടങ്ങളിലായി ഇറങ്ങിയ ഖുർആൻ അതിന്റെ ക്രമത്തിലാക്കിയത് ആരുടെ കാലത്താണ്? ഞാൻ ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ആദ്യമായി ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് അഥവാ പല പല ഘട്ടങ്ങളിലായി ഇറങ്ങിയ ഖുർആൻ അതിന്റെ ക്രമത്തിലാക്കിയത് ആരുടെ കാലത്താണ്? ഓപ്ഷൻസ് പറയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്, അലി റളിയല്ലാഹുവിന്റെ കാലത്ത്. ആരാണ്? ഉറപ്പിക്കട്ടെ? ഞാൻ ചോദിച്ചത് ആദ്യമായി എന്നുള്ളതാണ്. ആദ്യമായി ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് ആരുടെ കാലത്താണെന്നാ? ഉറപ്പിക്കട്ടെ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഫസ്റ്റ് ആൻസർ എങ്ങനെ വന്നു? ഉമർ എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാം. മിക്ക പ്രവാചകന്മാർക്കും അവരുടെ പ്രത്യേകതകൾ കൊണ്ട് ചില വിശേഷണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഖലീമുള്ള എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ ആരാണ്? ഉറപ്പിക്കട്ടെ? ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകനാണ് ഇദ്ദേഹം. ഉറപ്പിക്കട്ടെ? ഓക്കെ, മൂസാ നബി അലൈഹി സ്വലാം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമാണ്. ഖൈബർ യുദ്ധ തടവുകാരുടെ കൂട്ടത്തിൽ ഒരാൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി.
ആരാണ് ആ മഹദി? ആ ഖൈബർ യുദ്ധ തടവുകാരുടെ കൂട്ടത്തിൽ ഒരാൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി. ആരാണ് ആ മഹദി? മറ്റെന്തെങ്കിലും ഉണ്ടാവും. ഇല്ല, ക്ലൂ ഇല്ല. നോ ക്ലൂ ക്വസ്റ്റ്യൻ ആണത്. മൈമൂന ബീവി. ഉറപ്പിക്കട്ടെ? ആ ഉറപ്പിക്കാം കേട്ടോ. ആ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മൈമുന ബീവി അല്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആരാണ്? സുഫിയ റളിയല്ലാഹു അൻഹയാണ്. ഏതായാലും വിളിച്ചതിൽ സന്തോഷമുണ്ട് കേട്ടോ. വീണ്ടും വിളിക്കാം. ആ മാസലാം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അടുത്തായിട്ട് ആരാ വിളിക്കുന്ന നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഇത് മൈമൂന മൈമൂന. ഓക്കെ, ഇത്ത എവിടെന്നാ വിളിക്കുന്നത്? പുത്തന്തരു. പുത്തന്തേരു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡുണ്ട്, ആ, കുട്ടികളുണ്ട്. ശരിയുണ്ട്. റമദാനൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറാണോ? ആ അവര് ഉഷാറായി പോയി. അതെ, ഇനി നല്ല പോലെ പോട്ടെ. ആ അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോയ്. ഒന്നാമത്തെ ചോദ്യം, ആ അഹ്സനുൽ ഖസസ് അഥവാ ഏറ്റവും നല്ല കഥ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് ഏത് പ്രവാചകന്റെ ചരിത്രമാണ്? ക്ലൂ അല്ല, ഓപ്ഷൻസ് ആണ്. യൂസുഫ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം. അഹ്സനുൽ ഖസസ് അഥവാ ഏറ്റവും നല്ല കഥ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് ഏത് പ്രവാചകന്റെ ചരിത്രമാണ്? യൂസുഫ് നബി. ഉറപ്പിക്കട്ടെ? ആ ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അങ്ങനെയാണ് രണ്ടാമത്തെ ചോദ്യം. ആ ഷുഐബ് നബിയെ നിയോഗിക്കപ്പെട്ട നാട് ഏതാണ്? ഷുഐബ് നബിയെ നിയോഗിക്കപ്പെട്ട നാട് ഏതാണ്? നിയോഗിക്കപ്പെട്ട ക്ലൂ പറയട്ടെ? ഒരു ക്ലൂ പറയാം. ആ ഒരു കിബ്തിയെ കൊല്ലപ്പെടുത്തിയ ശേഷം മൂസ നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടു പോയത് ഈ സ്ഥലത്തേക്കാണ്. ഷുഐബ് നബിയെ നിയോഗിക്കപ്പെട്ട നാട്, അതാണ് ക്വസ്റ്റ്യൻ. അറിയോ? ലോകട്ടെ. ഫലസ്തീൻ. ഫലസ്തീൻ. ഉറപ്പിക്കട്ടെ? ആ ഉത്തരം തെറ്റാണ്. എവിടെയാണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മദിയൻ ആണ്. മദിയൻ. ഓക്കെ, വിളിച്ചത് സന്തോഷമുണ്ട്. വീണ്ടും വിളിക്കാം കേട്ടോ. ആ മാസലാമ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിളിച്ച എല്ലാവർക്കും നന്ദി. വിളിച്ചിട്ട് കിട്ടാത്തവരായിട്ട് ഒരുപാട് ആളുകളുണ്ട്. ആരും നിരാശരാവേണ്ട ആവശ്യമില്ല. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആകർഷകമായ സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വീണ്ടും കാണാം. മാസലാമ.